സന്തോഷമുള്ള ഇന്ന് രാത്രികാലം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ രാത്രികാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയം ദൈവോധന ചിന്തയ്ക്കായി നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ദൈവം ഇന്ന് രാത്രികാലം നമ്മൾ സംസാരിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. യേശു യെരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാലും അവൻ മുമ്പോട്ടോടി യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രികാലത്തിനായി സ്തോത്രം. ഈ രാത്രികാലം ഇങ്ങനെ ഈ സ്ഥലത്ത് ഒരു സുവിശേഷ മഹായോഗം ക്രമീകരിപ്പാൻ കർത്താവേ ഉദാസന പ്രേരണ എടുക്കുകയും ദൈവത്തിനായുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അതിനുള്ള തടകളും പ്രതികൂലങ്ങളൊക്കെ കർത്താവ് ഉടച്ചു മാറ്റി ഈ രാത്രികാലം എത്രത്തോളം ഭംഗിയായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രികാലം അവിടെ നിങ്ങളോട് സംസാരിക്കണം. വായിച്ച വചനത്തെ തിരുകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിന്റെ വാതിൽ തുറക്കണം. ചില ജീവിതങ്ങൾ ചില മേഖലകളിൽ ഇറങ്ങി വന്ന് കർത്താവിനെ കണ്ടെത്തുന്ന ഒരു രാത്രികാലമാക്കി അവിടെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രതികൂലങ്ങളെ ഉടയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ മഹത്വം ചില വ്യക്തികൾ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു രാത്രികാലമാക്കി അവിടെ നിന്ന് മാറ്റണം. മഹത്വം എല്ലാം കർത്താവെ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗത്തിലെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. വായിക്കാം. യേശു ക്രിസ്തു യെരിഹോവിലെത്തി. കർത്താവ് കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. യെരിഹോ എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട സ്ഥലമാണ്. ഇസ്രായേൽ ജനം ഏകദേശം ഒരു 400 വർഷം ഈജിപ്തിൽ അടിമയായിരുന്നു. ആ അടിമത്വമൊക്കെ വിട്ട് ദൈവങ്ങളുടെ അടിമത്തങ്ങളിലേക്ക് അഴിച്ച് അവരെ കനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ കരം അവരെ നടത്തുകയായിരുന്നു. ആ വരുന്ന യാത്രയിൽ ഈ യെരിഹോ നിവാസികൾ അതിനെ ഒന്ന് തടസ്സം ചെയ്തു. അത് നോക്കിയപ്പോ ഒരു ജനത ഇനി വരികയാണ്. ശക്തിയുള്ള കരുത്തുള്ള ആ ദേശ നിവാസികൾ വിചാരിച്ചു ഇവനെ ഒന്ന് ചെറുത്ത് നിർത്താം. പക്ഷെ അവരെ ചെറുക്കാം. പക്ഷെ അവരുടെ കൂടെയുള്ള ദൈവത്തിന്റെ കരപ്പ ചെറുക്കാൻ ശക്തിയുള്ള ഒരു കരവുമില്ല. ആ കരപ്പ തകർത്തുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തി ഒരു മതില് പണിയാൻ ശ്രമിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു ശാപമുണ്ട്. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ 6ാമത്തെ പുസ്തകമായ യോശുവയുടെ പുസ്തകം 6ാം അധ്യായം അതിന്റെ 26ാം വാക്യം വായിക്കുമ്പോൾ ഈ യെരിഹോ പണിയാൻ തുനിയുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ച് പാപത്തെ വിട്ട് വേണ്ടാത്ത പണികളൊക്കെ വിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ രക്തത്തിൽ മറഞ്ഞ് പ്രത്യാശയോടുകൂടെ നല്ല വിധേയനെ സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിച്ച
കവവ് വയ്ക്കുമ്പോൾ, കട്ടള വയ്ക്കുമ്പോൾ അവന്റെ മൂത്ത മകൻ നശിക്കും, മരിക്കും. ഇങ്ങനെ ഒരു ശാപം അവിടെ ഉണ്ടായിരുന്നു. കാലങ്ങൾ ചിലത് കഴിഞ്ഞു. 1 രാജാക്കന്മാർ എന്ന പുസ്തകം 16-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, അക്കാലത്ത് അവന്റെ കാലത്ത് ചിലർ എഴുന്നേൽക്കും, കാലത്ത് ചിലർ എഴുന്നേൽക്കാതെ കൂടെ ചിലരുടെ ചേരും. ഒറ്റയ്ക്ക് എന്തെയില്ല, ചിലർ എഴുന്നേൽക്കും. നല്ലതിനായാലും തീയതിനായാലും. എന്നായാലും ഈ ദൈവകോപം പിടിച്ച ഈ സ്ഥലത്തെ പണിയാൻ നിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ ഒരുത്തൻ എഴുന്നേറ്റു. അവന്റെ കാലത്ത് യെരിഹോ പണിതു. ദൈവമായ കർത്താവ് ദൈവത്തിന്റെ അഭിഷിക്തനായ യോശുവ മുഖാന്തരം പറഞ്ഞതുപോലെ വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഇളയ മകനും നഷ്ടം വന്നു. അങ്ങനെ ആരാലും പണിയപ്പെടാൻ കഴിയാത്ത ഒരു ദൈവത്താൽ കോപം വന്ന, ദൈവത്താൽ ശാപം വന്ന ഒരു സ്ഥലത്തൂടെയാണ് യേശു കടന്നു പോകുന്നത്. അപ്പോഴാണ് അവിടെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവന് ധനമുണ്ട്. സാമാന്യമായി ധനമുള്ള ഒരു മനുഷ്യന് അവന്റേതായ രീതിയിൽ അങ്ങ് പോയാൽ മതി. ചിലർക്കൊരു ധാരണയുണ്ട്, ഇത് പാവങ്ങളുടെ മാർഗമാണ്, ഇത് വിലയില്ലാത്തൊരു മാർഗമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, മനുഷ്യൻ നല്ല ധനവാനായിരുന്നു. എന്തെങ്കിലും 10 ഷീറ്റോ 15 ഷീറ്റോ 1-2 വണ്ടിയൊക്കെ ഉള്ള വ്യക്തി, അല്ലെങ്കിൽ 2-4 ഏക്കർ ഭൂമിയെന്നുള്ള വ്യക്തിയൊന്നും ബൈബിൾ ധനവാനെന്ന് പറയത്തൊന്നുമില്ല. കാരണം എല്ലാം ധനത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഹല്ലേലൂയ. എത്രയോ ധനവാന്മാരുടെ തലമുറകൾ ഇന്ന് ഇവിടെ കിടന്ന് മൂക്കിട്ടിട്ട് ഇഷ എഴുതുക. പറയാനാണ് എന്റെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, നിനക്കെന്തുണ്ട്, ഞാനിന്നിവിടെ കിടന്ന് കറങ്ങുകയാണ്. ഞാനിന്നിവിടെ കിടന്ന് കറങ്ങുകയാണ്. കറങ്ങുന്നതിന്റെയൊക്കെ പിന്നിൽ അധ്യായങ്ങൾ കാണും. അപ്പൊ എല്ലാ ഫലത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദൈവം പിടിച്ചു നിർത്തിയാലേ നിൽക്കത്തുള്ളൂ. എത്ര സമയം വേണം ഒരുത്തന്റെ ധനം ഒരുത്തനെ വിട്ടു പോകാൻ? താങ്കളുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ എത്ര നേരം വേണം? ടിക്കറ്റാകാൻ എത്ര സമയം വേണം? ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ലൊരു രോഗം വന്നാ മതി. നല്ല ശരിയായ ഒരു വിധപ്പെട്ട ഒരു രോഗം വന്ന് നല്ലൊരു ആശുപത്രി കിട്ടിയാൽ മതി, അതോടെ ക്ലിയർ ആയിക്കൊള്ളും. അങ്ങനെയാണെങ്കിലും ധനവാനായ ഒരു മനുഷ്യൻ, സാമാന്യ ജോലിയുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ ശ്രമിക്കേണ്ട ഒരാവശ്യവുമില്ല. അവിടെ ചിന്തിപ്പിച്ചത് പുരുഷാരം നിമിത്തം ഏറ്റവും കൂടുതൽ ജനം വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. സർവജാതികളിൽപ്പെട്ട പല മതങ്ങളിൽപ്പെട്ട ഏറ്റവും ആരാധിക്കുന്ന ഒരൊറ്റ നാമമാണ് യേശുവിന്റെ നാമം. അപ്പൊ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആരാധന പുരുഷനും ലോകത്ത് 2ആയി കീറി മുറിച്ചുകൊണ്ട് ലോകത്തിന്റെ മധ്യസ്ഥനായി ഇറങ്ങി വന്ന യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു. എന്റെ ഒരു ഇളയച്ഛനുണ്ടായിരുന്നു, അച്ഛന്റെ ഇളയനിയൻ. സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. എന്റെ അച്ഛന്റെ കുടുംബത്തിൽ 9 പേരുണ്ട്.
അതിൽ 8 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അതിൽ ഏറ്റവും ഇളയ അച്ഛൻ്റെ അനിയനാണ്. ഡിഗ്രി കോട്ടിട്ട് വാങ്ങുന്ന കാലഘട്ടത്തിലെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അങ്ങനെ രക്തത്തിൽ വരെ മതം കലർന്ന ഒരാളാണ്. രക്തത്തിൽ വരെ മതം കലർന്ന ഒരാളാണ്. ജീവിതത്തിന്റെ നല്ല സമയമെല്ലാം വിദേശത്തായിരുന്നു. അങ്ങേര് മരിച്ചപ്പോ അങ്ങേര് മകനും വിദേശത്തായിരുന്നു, വരാൻ കഴിഞ്ഞില്ല. ഞാനും എന്റെ സ്നേഹിതനായ രാജൻ പാസ്റ്ററും കൂടെ ആ വീട്ടിൽ പോയി സൂചിച്ചേടാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര മതസ്നേഹിയായിരുന്നെങ്കിൽ ഇന്ത്യ വിട്ടൊരിടവും പോകരുത് അല്ലേ? എന്റെ സ്നേഹിത, ഇന്ത്യ അല്ല ലോകം. ലോകത്തിനകത്തുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അല്ലേ? ഇത് മനസ്സിലാക്കണം. യേശു എന്ന് പറയുന്നത് ലോകത്തിന്റെ രക്ഷിതാവാണ്. മരണത്തെ ജയിച്ച ഏകയോ ഇനിയും വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. വേദപുസ്തകത്തിലുണ്ട്. വിശുദ്ധ ബൈബിളിനെ 2ആയി തിരിച്ചിട്ടുണ്ട്, പഴയ നിയമം, പുതിയ നിയമം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എഴുത്തിൻ പ്രകാരം ജനിച്ചോ അല്ലെങ്കിൽ മരിച്ചോ അടക്കപ്പെട്ടോ ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ ഒരാളിനെയും ലോകത്ത് കാണാൻ കഴിയില്ല. യാദർച്ഛ്യമായിട്ട് യേശുവിനെ പിടിച്ച മരക്കുരിശിൽ തറച്ചതല്ല. എങ്ങനെയുള്ളവനൊന്ന് കാണാൻ ശ്രമിക്ക്. മതത്തെ മാറ്റി നിർത്ത്. 70-80 വർഷം കൊണ്ട് ഇവിടെ തീരും. പിന്നെ അത് കഴിഞ്ഞ് ആര് വിചാരിച്ചാലും മേൽപോട്ട് പോകത്തില്ല. ഒരു 70-80 വർഷം കൊണ്ട് ഇവിടത്തെ അധ്യായം തീരുമെന്ന്. പിന്നെ ആര് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ലെന്ന്. കൊല മുറിച്ചതിന് ശേഷം തട പിട്ടി കൊലയ്ക്കൂല. പിന്നെ ഇവിടെ നടക്കുന്ന പാട്ട്, പൂജ, കയറ്റി ഇറക്ക്, ഇതൊന്നും ചെലവാകൂല. ഹല്ലേലൂയ. എത്ര ചാട്ടമായാലും ഒരു ദിവസം മരണം പേടി വരും. പോയേ മതിയോ? ഏത് മനുഷ്യനൊരു അന്ത്യമുണ്ട്. അത് മനുഷ്യന്റെ കയ്യിലല്ല. ഹല്ലേലൂയ. എത്ര മിടുക്കനായിരുന്നാലും ഒരു അന്ത്യമുണ്ട്. അത് താങ്കളുടെ കയ്യിലല്ല. അതിനെയൊക്കെ നിശ്ചയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് മനുഷ്യനായി വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യം. വിശുദ്ധ ബൈബിൾ തിരു എഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറെ ലക്ഷ്യമില്ലാതെയല്ല, മതപരിവർത്തനത്തിന് വേണ്ടിയല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി, താങ്കളുടെ തലമേലിരിക്കുന്ന പാപം മാറേണ്ടതിനായി, താങ്കളുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകേണ്ടതിനായി, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ മാറി സമാധാനത്തോടെ ജീവിക്കേണ്ടതിന്, ഒരു സ്വസ്ഥതയുള്ള വെള്ളം കുടിക്കുന്ന ഒരു അനുഭവത്തിൽ എത്തിച്ചേരേണ്ടതിന് എവിടെ ചെന്നാലും വേറെ പരിഹാരമില്ല. അതിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരൊറ്റ നാമം, അത് യേശുവിന്റെ നാമം. ഞങ്ങളൊക്കെ അതിന്റെ സാക്ഷികളാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ താങ്കൾക്ക് കഴിയത്തില്ല.
ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അതിന്റെ അനുഭവമുള്ള സാക്ഷികളാണ്. പല സ്ഥലങ്ങളിലും പല രീതിക്കും സ്വസ്ഥത തേടി, സമാധാനം തേടി, ആശ്വാസം തേടി പലതും ചെയ്ത് നഷ്ടം, കഷ്ടം, നിരാശ മാത്രം ബാക്കിയായി ജീവിച്ച കാലഘട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കുമുണ്ട്. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. അതവിടെ പറയുന്ന ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി, യേശുവിന്റെ അമ്മയല്ല, ക്രിസ്തു തെറ്റിപ്പോകരുത്. ഞങ്ങളുടെ നാട്, ഞാൻ നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. അവിടെ ഒരു ളാത്താങ്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പള്ളിയിലെല്ലാം ആഗസ്റ്റ് 14 അവിടെ ഒരു പരിപാടിയുണ്ട്. സ്വർഗ ആരോപിത മാതാവിന്റെ സ്വർഗ ആരോഹണമല്ല, സ്വർഗ ആരോപിതം എന്ന് പറഞ്ഞാൽ സ്വർഗ ആരോഹണമെന്നല്ല, സ്വർഗത്തിൽ പോയവർ ആരോപിക്കുകയാണ്. 2024 വർഷമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇനിയൊട്ട് തെളിയിക്കുകയില്ല. ഇല്ലാത്തതെങ്ങനെ തെളിയിക്കും? ഉള്ളതല്ലേ തെളിയിക്കും. ബൈബിളല്ലേ ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥം. അതിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഞങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയുള്ളൂ. പക്ഷെ അതല്ല തിരുവെഴുത്ത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. വേദപുസ്തകത്തിൽ യേശുവിന്റെ അമ്മ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിലെന്നല്ല എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നെന്ന് അവൻ പറഞ്ഞതുപോലെ, അവളല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കും. യോഹന്നാൻ 14:19 യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞങ്ങളൊക്കെ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എല്ലാം ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ആയുസിലേക്ക് കൂട്ടി ബോണസൊക്കെ തന്ന് ചിലരെ വിട്ടേക്കുകയാണ്. ശരിയാണ്, അറിയാവുന്നവർക്ക് അറിയാം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ ദൈവം പറയുകയാണ്, യോഹന്നാൻ 14:19, ഞാൻ ജീവിക്കുന്നതുകൊണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, നമ്മുടെ ദൈവം ആകാശത്ത് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ ദൈവം താഴെ ലോകത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാപങ്ങളെ കാൽവരി ചുമന്ന് തീർത്ത ദൈവം, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, താൻ ജീവിക്കുന്ന ദൈവമെന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ, തന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. എങ്ങനെ ഉള്ളാണെന്ന് കാണാൻ ശ്രമിക്കുക. ആകാശം മാറും, ഭൂമി മാറും, തിരുവഴുത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറപ്പില്ല. അതുകൊണ്ട് യേശു വന്നത് ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ, നമ്മുടെ പാപം നിമിത്തം. എനിക്കൊരിക്കൽ എന്റെ പേരിൽ ഒന്നിലധികം കോടതി കേസുകളുണ്ടായ ഒരു കാലമുണ്ട്. അങ്ങനെ ഒരിക്കൽ എന്റെ യൗവനകാലത്ത് ഒരു കേസിൽ പ്രതിയായി 2 കേസുകൾ കോടതിയിൽ ജാമ്യം എടുക്കേണ്ടി വന്നു. പലതും ഞങ്ങളുടെ അടുത്ത് സ്വാധീനം ഉപയോഗിച്ച സ്റ്റേഷനിൽ വെച്ച് കീറിക്കളായി. എന്നാൽ 2 ചാർജ്. അങ്ങനെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കോടതിയിൽ ജാമ്യം എടുത്തു തരാൻ എന്റെ അമ്മയും എന്റെ ഒരു ജ്യേഷ്ഠനും കൂടെ കടന്നു വരാനിടയാണ്. എന്റെ അമ്മ നെയ്യാറ്റിങ്കര സെൽ ടാക്സ് ഓഫീസിലെ ക്ലർക്കാണ്. എന്റെ പേര് അനുജൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡന്റാണ്. ഈ സമയത്താണ് ഇവരുടെ ഇടയ്ക്കുള്ള 7 മക്കളിൽ 2ാമനായ വ്യക്തിക്ക് വേണ്ടി വേറെ ആരും കോടതിയിൽ അവരെ കയറ്റിയിട്ടില്ല. അവരാരും അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്നിട്ടില്ല. എന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. ചില സ്ഥലത്തൂടെ എനിക്ക് പോകാൻ പറ്റാതിരുന്നിട്ടുണ്ട്. രാത്രികളിൽ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു. അങ്ങനെ കോടതിയിൽ രാവിലെ എനിക്ക് ജാമ്യം കിട്ടിയില്ല. ഉച്ചവരെ നിന്നു ജാമ്യക്കാരും വന്ന് കാത്തിരിക്കണം.
നല്ല മക്കൾ ജനിച്ചാലുള്ള ഗുണമേ ഇല്ലേ? അവർക്കൊന്ന് പാടി നിൽക്കാൻ പറ്റൂ? എന്നോട് ചോദിച്ചടാ, കുടിക്കുന്നെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചോണ്ട് വെച്ച് കുടിയടാ, തൊലഞ്ഞ നീ മാത്രമല്ലേടാ തൊലയും, ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കേണ്ടടാ. അച്ഛൻ സെൽ ടാക്സി ഇരുന്നു, സർവീസ് ഇരിക്കാൻ മരിച്ചു. അമ്മയ്ക്ക് അന്ന് ടീച്ചറായി ജോലി ശരിയായിട്ട് വച്ച പോകാൻ അനുവദിച്ചില്ല. അന്നത്തെ പിന്നെ സാഹചര്യം തെറ്റി വന്നപ്പോ അമ്മ അച്ഛന്റെ ജോലിക്ക് പോയി. ന്യായമായ ബന്ധുവീട്ടിൽ ബലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ല, 9 പേരുണ്ടെങ്കിൽ 8 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ആ ന്യായമായ ബലമുള്ളൊരു വീട്ടിൽ ജനിച്ച ഒരാളാണ് ഞാൻ. പൈസലോ എന്നെ ചോദിക്കടാ, കുടിക്കുന്നെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കുടിയടാ, തൊലഞ്ഞ നീ മാത്രമല്ലടാ തൊലയൂ. അത് തല ഉയർത്തി നടക്കണ്ടേ? ഇതെന്റെ ചങ്കത്വം ഇടിച്ചു. ഞാൻ ആ കോടതിയുടെ വലിയൊരു അമ്പലമാണ്, അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആകാശത്തിലേക്ക് നോക്കി. ദൈവമേ, ഞാൻ ഇത്ര കുഴപ്പക്കാരനായി പോയല്ലോ. ഇത് വേണ്ടാത്ത പണിയാണെന്നും ഇതൊക്കെ വിടണമെന്നും പുതിയ മനുഷ്യനായി ജീവിക്കണമൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ നല്ല ഭക്തിയുള്ള മനുഷ്യനായിരുന്നു. ഏകദേശം 10 വർഷം ഞാൻ ശബരിമല പോയിട്ടുണ്ട്. പല തകിടുകൾ എന്റെ ശരീരത്തിൽ ചമിച്ചു കെട്ടിയ ഒരു കാലമുണ്ട്. പക്ഷെ ഒന്നിനും എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ന്യായമായ എന്റെ ശരീരം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു, ഒന്ന് എക്സർസൈസ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരിക്കൽ ഏകദേശം ഒരു 25 അടി പൊക്കത്തിൽ നിന്ന് ഞാൻ താഴെ വീണു. അതോടെ എന്റെ ഷേപ്പ് മാറിപ്പോയി. അല്ലേ, എന്റെ യൗവനകാലത്ത് ന്യായമായ ബലം ഉണ്ടായിരുന്നു. ഞാൻ 1967 മോഡലാണ്. അവ കണക്കറിയാന്നുള്ളൊരു കുട്ടിയാ മതി. അല്ലേ, എന്നാൽ എന്റെ അമ്മയുടെ വാക്ക് എന്റെ നെഞ്ചത്ത് വന്ന് ചിരിച്ചു. ഞാൻ ആ കോടതിയുടെ വെളിയിറങ്ങിയെന്ന് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും കുഴപ്പക്കാരനായി പോയല്ലോ. ചില നാളുകൾ കഴിഞ്ഞ് മനുഷ്യനെ രൂപാന്തരം വരുത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേട്ടു. പാപികളെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേട്ടു. അതായത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമടിഞ്ഞ് പുതിയ മനുഷ്യരായി, സ്വസ്ഥതയുള്ളവരായി, സ്വസ്ഥത കൊടുക്കുന്നവരായി, കുടുംബങ്ങൾക്ക് അഭിമാനമായി ഉള്ളവരായി മാറിയ ഒന്നിലധികം പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അത് എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം യേശുവിന് കൊടുത്തു. സകല ബുദ്ധിയും കവിയുന്നൊരു സമാധാനം ദൈവം എനിക്ക് തന്നു. ഇന്ന് രാത്രിയും ഈ ഷെയ്പ്പിൽ ഇവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ എന്നേ പുല്ല് പൊടിച്ച് എന്നെ അല്ലേ, എന്നെ എനിക്കല്ലേ അറിയാവൂ, നിങ്ങൾക്കല്ലേ അറിയാവൂ. പക്ഷെ നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് യേശു എന്ന പേരിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇറങ്ങി വന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ. മത്തായി എന്ന സുവിശേഷം 1-ാം അധ്യായം 21-22 വാക്യം, അവൻ തന്റെ ജനത്തെ, എല്ലാ ജനത്തെയും അല്ല, രക്ഷ സൗജന്യമുണ്ട്. പക്ഷെ അത് തലയിലൊന്നും പിടിച്ചു തരൂല്ല. അവരവര് ചിന്തിച്ച് വേണ്ടാത്ത പണികൾ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടെങ്കിൽ എത്ര പാപത്തിന്റെ അടിമയായിരുന്നാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യേശുവിന് കഴിയും. സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ആർക്കും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ചില ദിവസം മാത്രം. എന്നാൽ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, യേശുവിന് നിങ്ങൾക്ക് ഹൃദയം കൊടുക്കാൻ മനസ്സുണ്ടായെങ്കിൽ, എത്ര പാപത്തിന്റെ അടിമയായിരുന്നാലും ആ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യേശുവിന് മാത്രം കഴിയും. മത്തായി 1:21. യേശു തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരുണ്ട്. എന്റെ ദൈവത്തിന്റെ പേര് പുസ്തകത്തിലുള്ളതാണ്, ഇവിടെ മനുഷ്യ ഇട്ടതല്ല. പല ദൈവങ്ങൾക്ക് പേരിട്ടത്
മനുഷ്യനാ. പക്ഷെ ബൈബിളിൽ കാണുന്ന ദൈവത്തിന് പേരിട്ടത് ബൈബിളിലെ പേരാ, മനുഷ്യരിട്ടതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ, ദൈവം നിങ്ങളോട് കൂടെ. ഏത് മനുഷ്യ ഹൃദയം കൊടുക്കുന്നു, ആ ഹൃദയത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം. ഏത് പാപിയായാലും പാപത്തെ വെറുക്കുകയും അപാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവ സ്നേഹമാണ് കാൽവരി ചൊരിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ദിവസ വെളിപ്പാട് 3:10 പറഞ്ഞു, സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം നീ കാപ്പാൻ ഭൂതലത്തിൽ നടക്കാൻ പോകുന്ന ഏത് പരീക്ഷാകാലത്തും ഞാൻ നിന്നെ കാക്കും. അഥവാ ദൈവം സമാധാന പ്രഭുവായി, സമാധാനത്തിന്റെ ദൈവമായി, ആശ്വാസത്തിന്റെ ദൈവമായി, സ്വസ്ഥതയുള്ള ദൈവമായി ഏത് വിഷയങ്ങളുടെ മധ്യേ നടത്താൻ ഈ ദൈവം ശക്തനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ പല മേഖലകളിലൂടെയും കടന്നു പോകേണ്ടി വരും. പക്ഷെ ഏത് മേഖലയിലും കൂടെ വന്ന് നടത്താൻ കഴിയുന്ന ശക്തിയുള്ള ദൈവമാണ് യേശു. ആകയാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം മനുഷ്യനായി മാറിയ ദൈവമാണ്. ആ യേശു സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് പറയാനിടയായി, പോയതുപോലെ മടങ്ങി വരും. വേറെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല, പോയതുപോലെ മടങ്ങി വരും. ബൈബിളിൽ പറയുന്ന ദൈവമാണ് പോയതുപോലെ ഞാൻ വരാം. മനുഷ്യൻ സങ്കല്പങ്ങളുടെ പുറകെ പോയപ്പോൾ, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ദൈവത്തിന് രൂപം കൊടുക്കാൻ ഇവിടെ കഴിയുന്ന ഒരു വ്യക്തിയുമില്ല. എന്നാൽ താങ്കളുടെ സങ്കല്പമാകും ആ രൂപം. അങ്ങനെ സങ്കല്പം കൊടുക്കാൻ കഴിയാത്ത, ആർക്കും രൂപം കൊടുക്കാൻ കഴിയാത്ത ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം. പ്രവചനം 23:24 ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിയാക്കാൻ കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരല്ലയോ? അങ്ങനെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അസർവശക്തനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഒരു കന്യകയുടെ കുഞ്ഞായി ലോകത്ത് ജനിപ്പാനിടയായി. താൻ ദൈവമാകയാൽ ഒരു നല്ല വിശുദ്ധ ജീവിതം നയിപ്പാനിടയായി. ലോകത്തോട് ചോദിച്ചു, എന്നെ പാപത്തെ കുറിച്ച് ആർക്ക് ബോധം വരുത്താം? അങ്ങനെ നീതിയുള്ള ഒരു ജീവിതം നയിച്ച് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് അനേകർ പാപത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ പല സ്ഥലത്ത് വഴിമുട്ടി വന്നവർക്ക് വഴി തുറന്നു കൊടുത്ത് നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമാണ് യേശു. എന്റെ ജീവിതത്തിലും 95-ൽ എന്റെ ഒരു ജ്യേഷ്ഠൻ ഓപ്പൺ ഹാർട്ട് സർജറിയെ തുടർന്ന് ഈ ലോകം വിട്ട് കടന്നു പോകാനിടയാണ്. ആ ഓപ്പറേഷൻ സമയത്ത് ജോലി ലിസ്റ്റിൽ കിടപ്പുണ്ട്. അന്നത്തെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മൃത്യുഞ്ജയ ഹോമം വരെ ചെയ്തു. ഓപ്പറേഷന് മാത്രം 1 ലക്ഷം രൂപ ചെലവായി. തിരുവനന്തപുരം പട്ടം SCT ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തത്. സർജറി കഴിഞ്ഞ് 10ന്റെ അന്ന് അവർ ഈ ലോകം വിട്ടുപോയി. മരിച്ച് 1.5 മാസം കഴിയുമ്പോൾ ജോലിക്ക് ഓർഡർ വന്നു. ഈ സമയം എന്റെ നേരെ അനുജൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS ഹൗസ് സർജൻസിക്ക് പഠിക്കുകയായിരുന്നു. ശേഷം മരിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്റെ നേരെ അനുജൻ MBBS കഴിഞ്ഞിറങ്ങി കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് കടന്നുപോയി. 96 ജൂൺ മാസം
22-ാം തീയതി കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കണ്ണട വാങ്ങാൻ വന്നു. കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ടുപോയപ്പോ അവന് മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ 32 വയസ്സുള്ള ഒരു ജ്യേഷ്ഠനും 27 വയസ്സുള്ള ഒരു അനുജനും 11 മാസങ്ങൾക്കിടയിൽ ഞങ്ങളുടെ വീട്ടിൽ നഷ്ടമായി. ഞങ്ങളുടെ വീട് വലിയ നരകതുല്യമായി, ഒരു ശപിക്കപ്പെട്ട വീട്, ദുരന്തങ്ങൾ വിട്ടുമാറാത്ത വീടൊക്കെ ചിന്തിച്ച് അതൊക്കെ ഇട്ടേച്ച് അവിടുന്ന് പോകാനിടയായി. ആ യാത്രയിലാണ് യേശുവിനെ കൂടാതുള്ള ജീവിതമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി. അന്ന് ഞാൻ യേശുവിനെ കേൾപ്പാനും യേശുവിന് എന്റെ ഹൃദയം കൊടുപ്പാനും എന്റെ ജീവിതത്തിന്റെ ഏകാത്ത വഴികൾ ഉപേക്ഷിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. സകല ബുദ്ധിയും എന്തൊരു സമാധാനം ദൈവം എനിക്ക് തന്നു. ഇന്ന് താമസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടു. ഏകദേശം 87 വയസ്സുള്ള എന്റെ അമ്മ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം നടത്തുന്നു. ഒരു അനുജൻ പോലീസ് ജോലി നോക്കുന്നു. ഒരു സഹോദരി ടീച്ചറായി. 2 സഹോദരങ്ങൾ LLB പാസ്സാകാൻ ദൈവം സഹായിച്ചു. ഒരു സമാധാനാന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടായത് യേശു എന്റെ ജീവിതത്തിൽ നടന്നു ശേഷം. ഇവിടെ ശ്രദ്ധിക്കണമേ, ധനവാനായ സക്കായി യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകയാൽ പുരുഷാര നിമിത്തം ഒരു കാട്ടത്തിന്മേൽ കയറി യേശു വഴിയെ വരികയായിരുന്നു. അതിന്റെ ചുവട്ടിലെത്തിയപ്പോൾ ആ തന്നെ അന്വേഷിക്കുന്ന അന്വേഷണ ഹൃദയമുള്ള ആ മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായി പറഞ്ഞില്ല, എന്തായാലും കുറെ കാലം കഴിഞ്ഞ് ഇറങ്ങി വരാം. എന്റെ സ്നേഹിത, അടുത്ത സമയം നമുക്കുള്ളതല്ല, ഇന്നത്തെ സമയം നമുക്കുള്ളത്. എല്ലാ സമയവും മനുഷ്യന് കിട്ടണമെന്നില്ല. കിട്ടുന്ന സമയത്ത് ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടാൽ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഒഴിവാക്കും. അവൻ ബന്ധപ്പെട്ടു സന്തോഷത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാനുണ്ട്. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ സന്തതി ഇന്ന് ഈ വീട്ടിന് രക്ഷ. ധനം കൊണ്ടുവരാത്ത രക്ഷ, ജോലി കൊണ്ടുവരാത്ത രക്ഷ. എന്നാൽ കാണേണ്ട ഒരു വ്യക്തി, അറിയേണ്ട വ്യക്തി അറിഞ്ഞപ്പോൾ അവന്റെ വീട്ടിനകത്ത് രക്ഷ വരാനിടെ. ഒരു വ്യക്തിയുടെ രൂപാന്തരം ഒരു കുടുംബത്തിന്റെ രക്ഷയാണ്. ഒരു വ്യക്തിയുടെ കുത്തഴിഞ്ഞ ജീവിതം ആ കുടുംബത്തിന്റെ നാശമാണ്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുനീരൊഴിയാത്ത, ദുരന്തമൊഴിയാത്ത, അസ്വസ്ഥത ഒഴിയാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമുണ്ടായത് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ശേഷമാണ്. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിലും ഏത് വിഷയങ്ങളുടെ നടുവിലായിരുന്നാലും പരിഹാരം തരാൻ യേശുവിന് കഴിയും. വിഷയമില്ലെങ്കിലും മനുഷ്യ, ഒരു ദിവസം താങ്കൾ മരിക്കും. ഉയർത്തെഴുന്നേറ്റ് ഒരു ദൈവമേ ഉള്ളൂ, യേശു മാത്രം. യേശുവിനെ കൈക്കൊണ്ട് പാപമോചനം പ്രാപിച്ചാൽ മാത്രമേ ആത്മരക്ഷയുള്ളൂ. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുന്ന ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു മടങ്ങി വരും. തന്റെ ജനം യേശുവിനോട് ചേരും. ആകയാൽ യേശുവിനെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് സ്വസ്ഥതയുള്ളവരായി, സമാധാനമുള്ളവരായി, നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായി കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ, പാപം കൂടാതെ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ എതിരേൽക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.